എക്സെട്രയാണ്. ETC എന്നല്ല എഴുതുക. അത് സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞാൽ എക്സെട്ര എന്നാണ് പറയുക. There is no etc on the ആണ്. ETC സെട്ര. അതുകൊണ്ടല്ലേ ETC എന്നുള്ള ചുരുക്കി വരുന്നത്. അല്ലാണ്ട് എക്സെട്ര ചിലരൊക്കെ പറയുന്നത് എക്സെട്ര എന്ന് പറയും. ടീച്ചേഴ്സും പറയുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സും എക്സെട്ര എന്ന് പറയാ, കുട്ടികളും എക്സെട്ര എന്ന് പറയാ. ETC എന്ന് എഴുതുകയും ചെയ്യും. എക്സെട്രയാണ് സാധനം. ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നു. നമ്മൾ പാട്ടുകളൊക്കെ കവിതകളൊക്കെ ഗാനങ്ങളൊക്കെ എഴുതുമ്പോൾ ഈ ഗാനങ്ങളിലെ പദങ്ങളൊക്കെ അർത്ഥം തിരയാറുണ്ടോ? ഇപ്പൊ ചില പാട്ടുകളിലൊക്കെ അല്ലേ, കർണികാരം പുതുതളിർത്തു താലമെടുത്തു, ചില കർണികാരം ഈ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? കർണികാരെടുത്തു കൽപ്പനയെടുത്തു കണ്ടില്ലല്ലോ എന്നുള്ള പാട്ടുണ്ട്. പക്ഷെ എന്റെ കർണികാരം എന്ന് പറയുന്നത് കളിക്കുന്ന പൂവാണ്. എത്ര മനോഹരമായ പൂവാണല്ലേ! വിഷു കളിക്കുന്നയുടെ ഒരു വാക്കാണ് ഇതെന്ന് കർണികാരം. ഒരു രസകരമായ ഒരു പാട്ടുണ്ട്. അതായത് മന്ദസമീരനിൽ ഒഴുകിയെത്തും ഇന്ദ്രചാപന്നി ഇടങ്ങൾ മാടി വിളിക്കും ബിന്ദു പോകുന്നി പാട്ടിടാം. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഇന്ദുകോപം? ഇത് എന്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി. അല്ലാണ്ട് എനിക്ക് മലയാളത്തിലെ വലിയ വിൽപ്പത്തിയൊന്നുമില്ല. ഞാൻ ബോട്ടണിയാണ് എന്റെ സബ്ജക്ട് കേട്ടോ, സസ്യശാസ്ത്രജ്ഞനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മലയാളം ഞാൻ പഠിക്കുന്നത് ഡിഗ്രി ലെവലിൽ മാത്രമാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം പിന്നെ ഹിന്ദി ആയിരുന്നു പ്രീ ഡിഗ്രിക്ക് വരുന്നതും. മലയാളം വായിച്ചറിയാൻ ശ്രമിച്ചതുമാണ്, അങ്ങനെ പഠിച്ചറിയാൻ ശ്രമിച്ചതുമാണ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സംസ്കൃതം പഠിക്കണമെന്നായിരുന്നു. സംസ്കൃതം പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. സംസ്കൃതം ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ശ്രമിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ